ആദ്യത്തെ യാത്ര തിരുവനന്തപുരത്തേക്കാണ്. 1.5 വർഷം കൊണ്ട് എല്ലാം ശരിയാക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീകാര്യം മേൽപ്പാലം പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ വാഗ്ദാനം നൽകിയത്. പ്രഖ്യാപനം നടത്തി 10 മാസം പിന്നിടുമ്പോൾ ഈ നിർമ്മാണം എവിടെയെത്തി? ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ പരിശോധിക്കുകയാണ്. റിനു ശ്രീധറാണ് റൈഡിംഗ് സീറ്റിൽ. തലസ്ഥാന നഗരത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് ശ്രീകാര്യം മേൽപ്പാലം. ശിലാസ്ഥാപനം നടത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് 18 മാസങ്ങൾ കൊണ്ട് മേൽപ്പാലം നിർമ്മാണം തന്നെ പൂർത്തിയാക്കുമെന്നാണ്. ഇപ്പോൾ 10 മാസം പിന്നിട്ടു. അപ്പോഴേക്കുമുള്ള നിർമ്മാണ പുരോഗതി നമുക്കൊന്ന് വിലയിരുത്താം. കഴിഞ്ഞ ജനുവരി 6-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിലാസ്ഥാപനം നടത്തിയ ശ്രീകാര്യം മേൽപ്പാലം കടന്നുപോകുന്ന ശ്രീകാര്യം ജംഗ്ഷനാണിത്. ഞങ്ങളിപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നടത്തിയ നിർമ്മാണ പ്രവർത്തികൾ ഏതെല്ലാമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വർഷങ്ങളായി അനുഭവിക്കുന്ന ഗതാഗത കുരുക്കിന് പരിഹാരമായാണ് ശ്രീകാര്യത്ത് മേൽപ്പാലം നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിച്ച പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഇക്കഴിഞ്ഞ ജനുവരിയിൽ മുഖ്യമന്ത്രി നിർവഹിച്ചു. 1.5 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. എന്നാൽ നിർമ്മാണം ആരംഭിച്ച് 10 മാസം പിന്നിടുമ്പോഴുള്ള കാഴ്ച ഇതൊക്കെയാണ്. ഓട നിർമ്മാണം പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല. കോടികളുടെ പാലം നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ആകെ 5 തൊഴിലാളികൾ. നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നാണ് ആക്ഷേപം. ഓട പൂർത്തിയായിട്ടില്ല, ലൈനുകൾ ഷിഫ്റ്റ് ചെയ്യുന്നത് പൂർത്തിയായിട്ടില്ല, പൈപ്പുകൾ പൂർത്തിയായിട്ടില്ല, അങ്ങനെ അടിസ്ഥാന പ്രവർത്തനം പോലും പൂർത്തിയായിട്ടില്ല. നിലവിൽ പൈലിംഗ് തുടങ്ങാൻ പോലും ഇനി 6 മാസത്തെ സമയമെടുക്കും. പൈലിംഗ് തുടങ്ങിയാൽ അത് തീരണമെങ്കിൽ 7-8 മാസത്തെ സമയം വരും. ഈ ചെറിയ കാലയളവിൽ പണി പൂർത്തിയാക്കാമെന്ന് സമയമുണ്ടായിരുന്നിട്ട് പോലും അത് പൂർത്തിയാക്കാൻ കഴിയാത്തത് പൂർണ്ണമായും സർക്കാരിൻ്റെയും MLAയുടെയും കെടുകാര്യസ്ഥത തന്നെയാണ്. ഡിസംബറിൽ പൈലിംഗ് ആരംഭിക്കുമെന്നാണ് നിർമ്മാണ കമ്പനി പറയുന്നത്. എന്നാൽ സർവീസ് റോഡിന്റെ പണികൾ ആരംഭിക്കാത്തതിനാൽ ഇനിയും വൈകും. പൈപ്പ് ലൈനുകൾ, വൈദ്യുതി ലൈനുകൾ, BSNL കേബിൾ എന്നിവ മാറ്റി സ്ഥാപിക്കുന്നത് ഇതുവരെ പൂർത്തിയായിട്ടില്ല. താഴ്ചയുള്ള ഭാഗങ്ങൾ ഭിത്തികെട്ടി 2 വശവും മണ്ണിട്ട് നികത്തിയ ശേഷമാണ് സർവീസ് റോഡ് നിർമ്മിക്കേണ്ടത്. മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതോടുകൂടി റോഡുകളൊക്കെ കുഴിച്ചു. കടയുടെയൊക്കെ തന്നെ മുൻവശം ഇടിച്ചു നിരത്തി. ഇപ്പോൾ കച്ചവടക്കാർക്കും യാത്രക്കാർക്കും വലിയ ദുരിതമാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും ആദ്യം പൂർത്തിയാകുന്ന മേൽപ്പാലം ഇതായിരിക്കുമെന്ന് പറഞ്ഞ് പ്രസംഗിച്ച ആളാണ് ബഹുമാനായ ഇവിടുത്തെ MLA. മുഖ്യമന്ത്രിയും അതേ വാചകം തന്നെ കടമെടുത്തുകൊണ്ട് ഇവിടെ പ്രസംഗിക്കുന്ന സാഹചര്യമുണ്ട്. ജനങ്ങൾക്ക് ഈ LDF സർക്കാർ കൊടുത്ത ഉറപ്പ് ഇവിടെ പരിപാലിച്ചോ എന്നുള്ള കാര്യം, അത് വാക്ക് പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മളൊന്ന് നോക്കേണ്ടതാണ്. 2024 സെപ്റ്റംബറിലാണ് മേൽപ്പാല നിർമ്മാണത്തിനായി 71.38 കോടി രൂപയുടെ ടെൻഡർ മന്ത്രിസഭ അംഗീകരിച്ചത്. 177.52 കോടി രൂപയാണ് പദ്ധതി ചെലവ് കണക്കാക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലേക്ക് പ്രവേശിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണിത്. പക്ഷേ 1 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ മണിക്കൂറുകളോളം വേണം. അപ്പോൾ നമുക്ക് ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ആംബുലൻസ് പോകുന്ന സ്ഥിതി കണ്ടില്ലേ, വളരെ പരിതാപമാണ്. നമുക്കൊരു ഓട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അവരെ കൊണ്ട് എത്തിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ടെക്നിക്കൽ പ്രകാരം മേൽപ്പാലം വന്നാൽ എന്നല്ല, അത് അത്യാവശ്യമായ കാര്യമാണ്. ബ്ലോക്ക് ഭയങ്കര ബ്ലോക്കാണ്. 5 മണി രാവിലെ 8 മണി തൊട്ട് ഒരു 11 മണി വരെ ഭയങ്കര ബ്ലോക്കാണ്. മേൽപ്പാലം അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമായ കാര്യമാണ് അത്. ഇതാണ് ശ്രീകാര്യം മേൽപ്പാലത്തിന്റെ അവസ്ഥ. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 1.5 വർഷത്തിൽ ഇനി 8 മാസങ്ങൾ മാത്രമാണ് ബാക്കി. 8 മാസങ്ങൾ കൊണ്ട് ഇനി എന്തു ചെയ്യുമെന്ന് ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുകയാണ്. ക്യാമറാമാൻ ജിഷ്ണുവിനൊപ്പം റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.